ഇത് ഈ നാട്ടിലെ ഒരു കോമൺ സംഭവമാണ്. ഇത് വളർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. ഫുള്ള് ഓഫ് റോഡ് വഴി കൂടെയാണ് പോകുന്നത്, മണ്ണിട്ട വഴി കൂടെയാണ്. ചില ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിഫാണ് താഴത്തേക്ക്. ഇത് നമ്മൾ കാണാത്ത റെയർ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് കഴിക്കാൻ ഇന്ന് ചപ്പാത്തി, ബട്ടർ, അതേപോലെ തന്നെ സബ്ജി. ഇവിടുത്തെ തൊഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വീടിൻ്റെ ഒരു മുറി തന്നെയാണ്. ചെന്നപാടെ സ്ഥിരം എല്ലാ വീട്ടിലും ചെല്ലുന്ന പോലെ തന്നെ അപ്പം തന്നെ ചായ ഒന്നും. പിന്നെ ഈ ഗ്രാമത്തിലൊരു പ്രധാനപ്പെട്ട മരമുണ്ട്. ഇത് അവർക്ക് വിശ്വാസപരമായിട്ടൊക്കെ ഒരു പ്രാധാന്യമുള്ള ഒരു മരമാണ്. കാരണം ഇവിടെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മലമുകളിലൊരു ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഇവരുടെ സംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അപ്പോൾ ആ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം അവർ അവിടുന്ന് ഒരു കല്ല്, ആ കുടുംബാംഗത്തിലെ മെയിനായിട്ടുള്ള ഒരാൾ ഒരു കല്ല് എടുത്തുകൊണ്ട് വന്ന് ഈ മരത്തിൻ്റെ ചോട്ടിൽ അതുകൊണ്ടുപോയി സമർപ്പിക്കുന്ന ഒരു ആചാരമാണ്. ഇതൊക്കെ ഒരു ലോക്കൽ കസ്റ്റമാണ്, അല്ലെങ്കിൽ അവർ പ്രാദേശികമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യമാണ്. ഈ ഗ്രാമത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഒരു മരണം ഈ ഗ്രാമത്തിൽ സംഭവിച്ചു കഴിഞ്ഞാലൊക്കെ അത് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ സങ്കടങ്ങളിലും അതിൻ്റെ ചടങ്ങുകളിലും പങ്കെടുക്കും. അതായത് അവർ ഭക്ഷണം എടുക്കലും വ്രതം എടുക്കലും ടേസ്റ്റുള്ള ഫുഡൊന്നും ഒരുപാട് കഴിക്കില്ല. ഈവൻ സവോള പോലും ഇട്ട് ഭക്ഷണം കഴിക്കില്ല ഒരു മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അത് ആ കുടുംബത്തിലുള്ളവർ മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാവരും അത് തൻ്റെ ഒരു ഫാമിലി മെമ്പർ പോയ പോലെ കരുതി അതേ ചടങ്ങുകളിലൊക്കെ അവരും പങ്കെടുക്കുകയാണ്. ഞാൻ പറയില്ല, ഇവിടുത്തെ നമ്മൾ വിചാരിക്കുന്നതല്ല ഒരു ഫാമിലി എന്ന് പറയുന്നത് ആ ഒരു ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ ഉള്ളിലെ ബോണ്ട് ആ ആളുകളിലെല്ലാം ഭയങ്കര സ്ട്രോങ് ആണ്. ഇതെല്ലാം കണ്ടു ഈ ഗ്രാമത്തിൽ കൂടെ പോകുന്ന വഴിക്കെല്ലാം ഇഷ്ടംപോലെ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആപ്രിക്കോട്ട്, ആപ്പിള്, ഓറഞ്ച്, ഇങ്ങനെ പല ഫ്രൂട്ട്സ്. ഈ ഹിമാലയം വില്ലേജസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രൂട്ട്സിനൊക്കെ കലവറയാണ്. ഇല്ലാത്ത നമ്മൾ കാണാത്ത റെയർ ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, ഓരോ പഴങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവും. പക്ഷേ എന്താണ് കുറേ നമ്മളിതുവരെ രുചിക്കാത്ത ടേസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നൊരു ഇടമാണ് ഇവരുടെ ഒരു കൃഷിയിടവും കാര്യങ്ങളും എല്ലാം. അവരുടെ നാച്ചുറലി അവരുടെ ഇടങ്ങളെല്ലാം ഇത്രയും സമ്പുഷ്ടമാണ് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. അതേപോലെ തന്നെ അടുക്കളയിൽ കയറിയിരുന്നു കഴിക്കാൻ. ഇന്ന് ചപ്പാത്തി, ബട്ടർ, അതേപോലെ തന്നെ സബ്ജി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കഴിക്കാനുള്ളത്. ഇന്നലത്തെ പോലെ തന്നെ ഏകദേശം ഇന്നലെ കഴിച്ച അതേ ഭക്ഷണം തന്നെ. പക്ഷേ ഇന്നലത്തേലുപരി ഇന്ന് ബട്ടറും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ആൾക്കാരെല്ലാം ഭയങ്കര ലൈറ്റ് ഫുഡാണ് കഴിക്കുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഭക്ഷണത്തിനോട് ഒരു ബട്ടർ വന്നു കഴിഞ്ഞപ്പം ആ ഒരു ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ മാറുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പാലുൽപ്പന്നങ്ങളാണ് ഇവിടെയുള്ള ആൾക്കാർ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ആരും അങ്ങനെ വീടുകളിൽ നോൺ വെജ് ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അവർക്ക് വേണ്ട ന്യൂട്രിയൻസും അതുപോലെ ടേസ്റ്റിന് വേണ്ടിയൊക്കെ അവർ ഈ പാലുൽപ്പന്നങ്ങൾ, പനീർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. തണുപ്പ് കാലത്ത് മഞ്ഞ് വീഴുന്ന സമയത്തൊക്കെ പാലുൽപ്പന്നങ്ങളെ തന്നെയാണ് ഇവർ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ പാലുൽപ്പന്നങ്ങൾ ഇവരുടെ ഒരു സർവൈവലിൻ്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന അതേ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും തന്നെ ഈ പശുക്കൾക്കും എരുമകൾക്കും ഒക്കെ അതേപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. പശുക്കളെ അവർ അവരുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ശരിക്കും കണക്കാക്കുന്നത്. അവർ മനുഷ്യർക്കുള്ള പോലെ തന്നെ പൂജയും അവരുടെ ആയുസ്സിനും ഉള്ള പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും എല്ലാം ലോക്കലിയും അല്ലാണ്ട് തന്നെയും എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു കസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. അങ്ങനെ നമ്മൾ ഭക്ഷണത്തിനൊക്കെ ശേഷം നേരെ ഇവരുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ഇവർ എല്ലാവരും കൂടുന്ന ഒരു സ്പോട്ടിലോട്ടേക്ക് പോയി. അവിടെ കുറേ കുട്ടികൾ കല്ല് വെച്ചൊരു ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും അവരുടെ കൂടെ ചേർന്ന് കുറച്ച് നേരം അവരുടെ കളികളിലൊക്കെ ഏർപ്പെട്ടു. ദീപക് ഭായി കുറേ നേരം നമ്മളോട് കളിക്കാനൊക്കെ കൂടി. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഒരു നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്ത സമയം. ഇവിടെ ഈ കാണുന്നതൊക്കെ പശുക്കളുടെ തൊഴുത്താണ്. ഇവിടുത്തെ തൊഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വീടിൻ്റെ ഒരു മുറി തന്നെയാണ്. നമ്മളെപ്പോലെ നാട്ടിലെ പോലെ പുറത്തൊരു തൊഴുത്തല്ല. കാരണം തൊഴുത്തി കെട്ടിക്കഴിഞ്ഞാൽ രാത്രിയിൽ കടുവ അല്ലെങ്കിൽ അതേപോലെയുള്ള വന്യമൃഗങ്ങൾ ഇതിനെ പിടിച്ച് തിന്നും. അപ്പോൾ ഇവിടെയുള്ള അല്ലെങ്കിൽ ഈ ഹിമാലയത്തിലുള്ള എല്ലാ തൊഴുത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ താഴെ തന്നെയുള്ള ഒരു റൂം പശുക്കൾക്ക് അല്ലെങ്കിൽ ഇതേപോലെയുള്ള അവരുടെ വളർത്തുമൃഗങ്ങളെ സൂക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദീപക് ഭായിയുടെ ഫാമിലിയിലുള്ള ഒരാൾ മരിച്ചു എന്നുള്ളൊരു ന്യൂസ് അറിയുന്നത്. അപ്പം ദീപക് ഭായി എങ്ങനെയാണെങ്കിലും 2 ദിവസം അതിൻ്റെ തിരക്കിലായിരിക്കും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം പറഞ്ഞു അവരുടെ ഒരു ഗ്രൗണ്ടിലേക്ക് പോകാം. അവിടെയാണ് അവർ സ്ഥിരം കളിക്കാറുള്ളത്. പിള്ളേർ എല്ലാവരും കൂടുന്ന ഒരു വേറൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന സ്ഥലത്തോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു. പോകുന്ന വഴിക്ക് ഇതേപോലെ ഈ കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. ത്രൂ ഔട്ട് ഫ്രൂട്ട്സിൻ്റെ, വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ തട്ടി തിരിച്ചേക്കുന്ന കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. This one? Yes. This flower. You can eat that flower. Oh, I heard that people make chutney from this flower. Yeah, chutney and sour. It's a very good juice also. In the market, people are selling very good juice. Okay. Anyone will eat. It's a very quiet place. Right. This is one of the trees called Gingara. It's same berry, black. First is coming green, then is coming red.
It's berries. Same you can call it berries. Oh, it's Yeah, like, berries. same like berries. പോകുന്ന വഴിക്ക് ഇതേപോലെ പുല്ല് ചുമക്കുന്ന ആൾക്കാരെയും അങ്ങനെയുള്ള പല ആൾക്കാരെ കണ്ട് സംസാരിച്ചാണ് പോകുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഓരോരുത്തരെയും കാണുമ്പോഴും നമ്മൾ ഇതേ പ്രണാം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അവർ അതേപോലെ തന്നെ നമുക്കും പ്രണാം പറഞ്ഞ് അവരുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. എല്ലാവരും ചോദിക്കുന്ന ഒറ്റ കാര്യമാണ്, നമ്മൾ ഓക്കെ ആണോ, നമുക്ക് എന്തെങ്കിലും വേണോ. ആ കാര്യമാണ് ഈ ഗ്രാമത്തിലുള്ള ഓരോ ആൾക്കാരും കാണുമ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയുള്ള ഒരു ചേച്ചിയുടെ വീട്ടിൽ കയറി. ജേക്കബ് ഭായി അവിടെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കയറിയതാണ്. ചെന്നപാടെ സ്ഥിരം എല്ലാ വീട്ടിലും ചെല്ലുന്ന പോലെ തന്നെ അപ്പം തന്നെ ചായ തന്നു. പാലില്ലാത്തതിന് എൻ്റെ അടുത്ത് സോറിയൊക്കെ പറഞ്ഞു. കൈക്ക് വേദന ആയതുകൊണ്ടാണ് പാല് കറക്കാൻ പറ്റാത്തത്, അതുകൊണ്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ദീപക് ഭായി ഈ വീടിൻ്റെ ഫ്രണ്ടിലെ കൃഷിയിടത്തിൽ നിന്ന് ഒരു ചെടി ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് ചോദിച്ചത്. ഞാൻ നോക്കുമ്പോൾ സംഭവം ഒരു കഞ്ചാവ് ചെടിയാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ ഇവിടെ നിൽക്കുന്നത്, ഇതൊരു ചേച്ചി മാത്രം താമസിക്കുന്ന ഒരു വീടാണ്, ഇവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണോ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ദീപക് ഭായി പറയുന്നത്, ഇത് ഈ നാട്ടിലെ ഒരു കോമൺ സംഭവമാണ്. ഇത് വളർത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പശുക്കൾക്ക് വിശപ്പില്ലാണ്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് വയറിന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് ഇത് ആണ് അതിന് തിന്നാൻ കൊടുക്കുന്നത്. ഇത് നിന്ന് കഴിയുമ്പോൾ പശുക്കൾക്ക് കൂടുതൽ വിശപ്പുണ്ടാകുന്ന സമയത്ത് ഇത് കൂടുതൽ പുല്ല് കഴിക്കുമ്പോൾ ഇത് കൂടുതൽ പാല്. Then you will feel get hungry, then you eat food, more food. We are not making like the full agriculture. We have this margin. It's just some plants. This one plant is enough. This one plant when it's coming big, too many leaves on this, too many seeds. Around 3 kg you can get from one plant. Seeds. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ ഇവരുടെ ഗ്രൗണ്ടിലോട്ടേക്ക് പോയി. അവിടെ ഗ്രൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരു കല്ല് വെച്ചൊരു തടയണ കെട്ടിയിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴവെള്ളം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. മഴ സമയത്ത് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നേരെ വന്ന് ഇതിനകത്ത് സ്റ്റോറാക്കി നിർത്തുന്ന ഒരു രീതിയാണ് ഇവർ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെയാണ് അവർ ക്രിക്കറ്റ് കളിക്കുന്നതും അവിടെയുള്ള അവരുടെ പരിപാടികൾ കൂടുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു കോമൺ സ്പേസ് എന്ന് പറയുന്നത് അതാണ് അവരുടെ. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് കറങ്ങാൻ വേണ്ടി ദീപയുടെ കാറൊക്കെ എടുത്തിറങ്ങി. നമ്മൾ ഫുള്ള് ഓഫ് റോഡ് വഴി കൂടെയാണ് പോകുന്നത്, മണ്ണിട്ട വഴി കൂടെയാണ്. ചില ഭാഗങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ക്ലിഫാണ് താഴത്തേക്ക്. അങ്ങനെ നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ഇവരുടെ ഒരു വ്യൂ പോയിന്റിലോട്ടേക്ക് എത്തി. ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു മല പ്രദേശം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ പോയിന്റാണ്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നേരെ ഇവരുടെ ഒരു കടകളൊക്കെ ഉള്ള ഒരു ഏരിയയിലോട്ടെത്തി. ഇവിടെയുള്ള ഈ ഗ്രാമവാസികളെല്ലാം ആശ്രയിക്കുന്ന ഒരു ജംഗ്ഷൻ, ഒരു കവല, അങ്ങനെയുള്ള സ്ഥലത്തെത്തി. അവിടെ ദീപകയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവരെയൊക്കെ പരിചയപ്പെട്ടു. അവർക്കൊക്കെ ഒരുപാട് സന്തോഷം, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങനെ വന്നേക്കുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ. ഹലോ. അവർ നമ്മളെ എന്തെങ്കിലും ഓക്കെ അല്ലേ, നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ, ഭക്ഷണം ഓക്കെ ആണോ എന്നൊക്കെ പറഞ്ഞു. ചുമ്മാ നിൽക്കേണ്ട, അപ്പോൾ നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മൾ ചായക്കടയിലോട്ട് വിളിച്ച് കയറ്റി നമ്മൾ അവിടെ ഇരുന്ന് ചായ പക്കോട ഒക്കെ കഴിക്കാൻ തുടങ്ങി. ആ സമയത്താണ് ദീപക് എൻ്റെ അടുത്തൊരു കാര്യം പറയണേ, നിതിൻ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഹാപ്പിയാണ്, അത് എന്തുകൊണ്ടാണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറയണേ, ഈ നാട്ടിലുള്ള ആൾക്കാർക്കൊന്നും വിദ്യാഭ്യാസമില്ല, അതാണ് ഇവിടെയുള്ള ആൾക്കാരുടെ ഹാപ്പിനെസ്സിന് കാരണം. പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ്, ഈ വിദ്യാഭ്യാസമാണ് ആൾക്കാർക്ക് വലിയ ഡ്രീംസ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അതിന് ശേഷം ആൾക്കാരെല്ലാം ആ ഡ്രീംസിന് പുറകെയുള്ള ഒരു ജീവിതമാണ്, ആ ഡ്രീംസിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അതിന് മുകളിലുള്ള പ്രഷറുകൾ, ഇതിൻ്റെ ഒരു ലൂപ്പിലാണ് ജീവിക്കുന്നത്. പല ആൾക്കാരും അത് അച്ചീവ് ചെയ്യാതെ സങ്കടത്തോടു കൂടിയാണ് മരിച്ചു പോകുന്നത്. ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ഭയങ്കര സിമ്പിളാണ്. അവർ അന്നത്തെ ദിവസത്തെ കൃഷി ചെയ്യേണ്ട അല്ലാത്ത കാര്യങ്ങളിലോട്ടേക്ക് തിരിയുന്നു. അതിനുശേഷം വരുന്നു, ഫാമിലിയായിട്ട് ഒത്തുകൂടുന്നു, ഫ്രണ്ട്സായിട്ട് ഒത്തുകൂടുന്നു, വർത്തമാനം പറയുന്നു, ചിരിക്കുന്നു, അവർ അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹം കൈമാറുന്നു. ഒരുപാട് പങ്കുവെക്കലുകളൊക്കെ ഉള്ള ഒരു നാടാണിത്. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ്. അത് അവരുടെ ഹാപ്പിനെസ് ആണെങ്കിലും അവരുടെ ഫുഡ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു ഷെയർ ചെയ്തിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ജീവിക്കുന്നത്. അങ്ങനെ ഈ നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ കുറേ രസകരമായ കാര്യങ്ങളൊക്കെ ദീപക് ഭായി പറഞ്ഞു. അങ്ങനെ ചായകുടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇനി എന്തായാലും 2 ദിവസത്തേക്ക് ദീപക് ഭായി ബിസി ആയിരിക്കും, മരണാനന്തര ചടങ്ങുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടായിരിക്കും. അപ്പോൾ ഞാനിനി ഇവിടെ തന്നെ നിൽക്കുന്നേ കാര്യമില്ല. ആ 2 ദിവസം വെറുതെ പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലോട്ടെത്തി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെയുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ടോളസ്റ്റ് ഡാം, ഹയസ്റ്റ് ഡാം എന്ന് പറയുന്ന ടെഹ്രി ഡാമിൻ്റെ അടുത്താണെന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെ ആ ടെഹ്രി ഡാമൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ എന്നിട്ട് ബാക്കി നോക്കാമെന്നുള്ള രീതിയിൽ ഞാനൊരു പ്ലാനാക്കി. അങ്ങനെ ഞാൻ ദീപകയുടെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ നാളെ ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ പോകാൻ സമ്മതിക്കുന്നില്ല ദീപക് ശരിക്കും പറഞ്ഞാൽ. കല്യാണം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോയാൽ മതി, പെങ്ങളുടെ കല്യാണം വരുന്നുണ്ട്, അത് ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും നിർബന്ധിക്കുകയാണ്. പക്ഷേ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് 2 ദിവസം വെറുതെ കളയാനില്ലാത്തതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തി. ഞാൻ നാളെ പോകുന്ന കാര്യമൊക്കെ എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ കല്യാണത്തിന് വരണം എന്നുള്ളൊരു ഉറപ്പിലാണ് ഇവരെന്നെ പോകാൻ സമ്മതിക്കുന്നത്.
അങ്ങനെ ദീപക് ബോയുടെ അമ്മ എന്നെ വിളിച്ചിരുത്തി ഭക്ഷണമൊക്കെ തന്നു, എന്നെ വീണ്ടും വീണ്ടും കഴിപ്പിച്ചു. അതിനിടയ്ക്ക് ദീപക് ബോയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ നമുക്കെന്തെങ്കിലും കുറവുണ്ടായോ, നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അവർ അതിലൊക്കെയാണ് ഒരുപാട് കൺസേൺ ആകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഒരു ഷെയർ ടാക്സി പോകുന്നുണ്ട്. അപ്പോൾ അതിന് കയറ്റി വിടാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് നേരത്തെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ കിടക്കാൻ കൊണ്ടാക്കി. എന്നിട്ട് രാവിലെ ഒരു 5 മണിയോടുകൂടി തന്നെ ദീപക് ബോയ് എന്നെ ഒന്ന് വിളിച്ചു. നേരെ ഒന്നെല്ലാം റെഡിയായി, നേരെ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞു. അച്ഛനൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞു. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് ഒരുപാട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ എല്ലായിടത്തും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ ഈ പറയുന്ന കവലയിലോട്ട്, ഇവരുടെ ഒരു ഈ ഗ്രാമീണരുടെ ഒരു എല്ലാവരും ഒത്തുകൂടുന്ന സ്ഥലത്തോട്ടേക്ക് ചെന്നു. അവിടെ ഒരു ഷെയർ ടാക്സി ഇതുപോലെ പോകാൻ പാകത്തിന് റെഡിയാക്കി ഉണ്ട്. ആദ്യത്തെ വണ്ടിയാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോയി. ഈ വണ്ടി കയറി കഴിഞ്ഞപ്പോഴും എല്ലാവരും നമ്മുടെ അടുത്ത് പ്രണാമം പറയുന്നുണ്ട്. ദീപകയുടെ അടുത്ത് പിന്നെ കാണാമെന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് വണ്ടി എടുത്ത് നമ്മൾ മൂവ് ചെയ്തു. വണ്ടി കയറിയപ്പോഴും വണ്ടിയിലുള്ള ആൾക്കാരും എല്ലാം എൻ്റെ അടുത്ത് പ്രണാമം പറയുന്നുണ്ട്. ഈ ഒരു 2 ദിവസത്തിനിടയ്ക്ക് ഞാൻ എത്ര തവണ പ്രണാമം പറഞ്ഞിട്ടുണ്ടെന്നുള്ളൊരു കയ്യും കണക്കും ഇല്ലാണ്ടായി. ആദ്യമൊക്കെ ഈ ഫോറിനേഴ്സ് നമസ്തേ പറയുന്ന പോലത്തെ ഒരു രീതിയിലാണ് ഞാൻ ഇവരുടെ ട്രഡീഷനെ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഉള്ളൊരു ചേഞ്ച് വരുന്നത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇന്നലെ കണ്ട ആളെ തന്നെ വീണ്ടും പ്രണാമം പറയുന്നു. അതായത് നമ്മൾ വീണ്ടും അവർക്കൊരു റെസ്പെക്റ്റും വാല്യൂ ഒക്കെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്കത് തിരിച്ചും കിട്ടുകയാണ്. പിന്നെ ആകുമ്പോൾ ഒരാളെ കാണുമ്പം അവർ പറയുന്നതിന് മുന്നേ ആദ്യം പ്രണാമം പറയാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഒരു ഇടവഴിക്കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്കൂടെ പോകുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ പ്രണാമം പറഞ്ഞില്ലെങ്കിൽ നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്യുന്ന പോലെ ഉള്ള ഒരു രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം ഒരു നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അതിനെ അഡാപ്റ്റ് ചെയ്ത് ആ ഒരു രീതിയാണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഇത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 ദിവസം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലൊരു ഈഗോയൊക്കെ ബ്രേക്കായി പോകുന്നത് നമുക്ക് തോന്നും. നമ്മുടെ ഒരു സെൽഫ് റെസ്പെക്റ്റും നമ്മൾ മറ്റൊരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതും കൂടിയാകുമ്പോൾ നമ്മുടെ ഉള്ളൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പോലെ നമുക്ക് തോന്നും. ശരിക്കും മറ്റൊരു വ്യക്തിയാൽ നമ്മൾ വാല്യൂ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവൻ്റെ ലൈഫിൽ വേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നി. കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ ആൾക്കാരും സ്ട്രഗിൾ ചെയ്യുന്നത്. വലിയൊരു പൊസിഷനിലോട്ട് എത്താനോ വലിയൊരു ഉദ്യോഗത്തിലോട്ടെത്താനൊക്കെ ഈ ഒരു റെസ്പെക്റ്റിന് വേണ്ടിയാണ് എല്ലാ ആൾക്കാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഗ്രാമങ്ങളിൽ വരുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെ അങ്ങനെ ഒരു രീതിയിലൊന്നും ജഡ്ജ് ചെയ്യാണ്ട് എല്ലാവർക്കും ഈ കൊടുക്കേണ്ട റെസ്പെക്റ്റും കാര്യങ്ങളും കൊടുക്കുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. ശരിക്കും ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കുള്ള ഒരു യാത്രാനുഭവങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതായത് യാത്ര നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ ജീവിതത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, നമ്മളിലൊരു ചേഞ്ച് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണ്. ശരിക്കും എല്ലാവരും പറയുന്ന പോലെ അനുഭവങ്ങളാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാഠങ്ങൾ. അങ്ങനെ ഒരുപിടി പുതിയ അനുഭവങ്ങളുമായി ഞാൻ മഞ്ചഫ് ഗ്രാമത്തോട് വിട പറഞ്ഞു.